സൗഹൃദം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ലാലേട്ടനെ സംബന്ധിച്ചോളം തോന്നിയിട്ടുണ്ട്. അതായത് ആളുകളെ പരിചയപ്പെടുന്നു, അവരെ സുഹൃത്തുക്കളാക്കുന്നു. ആ സൗഹൃദം ഒരുപാട് വർഷങ്ങൾ മുതൽ, സ്കൂൾ കാലഘട്ടം മുതലുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള സുഹൃത്തുക്കൾ മുതൽ ഇപ്പോൾ വരുന്ന സുഹൃത്തുക്കൾ വരെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഫ്രണ്ടാക്കിയത് ആരെയാ? ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലേ? ആണ്. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ ഫ്രണ്ട്, എനിക്ക് ഇതിലും വലിയൊരു ഫ്രണ്ടിനെ കിട്ടാനില്ല ഇനി. താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലേ? നമ്മൾ മീറ്റ് ചെയ്യുന്ന, നമ്മളോട് സംസാരിക്കുന്ന എല്ലാവരും ആ ഒരു സൗഹൃദത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതെ. ഒരാൾ ഹലോ എന്ന് പറയുമ്പോൾ തിരിച്ച് ഹലോ എന്ന് പറയണമെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവണം. അതൊരു സൗഹൃദമാണ്. ആ ഒരു വാംത് ഇപ്പോൾ സിനിമയിലായാലും നമുക്ക് വേണമെന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ അത് കെമിസ്ട്രി നമ്മളാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിലേക്ക് അവർ വന്നില്ലെങ്കിൽ അവരിലേക്ക് നമ്മൾ പോയി ചെയ്യണം. അപ്പോൾ എസ്പെഷ്യലി പുതിയതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ അത്തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഞാൻ പെരുമാറാറുണ്ട്. കാര്യം അവരെ റിലാക്സ് ചെയ്യിപ്പിച്ച് എന്നാലേ നമുക്കും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ എത്രയോ പുതിയ ആൾക്കാരാണ്. ഞാൻ അതിലേക്കാണ് വന്നത്. നമ്മൾ അപ്പോൾ അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം വളരെ ആ സിനിമയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഇൻഹിബിഷനൊക്കെ മാറണം. അപ്പോൾ ആ ഇൻഹിബിഷൻ മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരിലേക്ക് എത്തിയിട്ട് അവർ ആ ഇൻഹിബിഷൻ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഒരുപാട് പ്രായ ആൾക്കാരായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ടായില്ല. പക്ഷെ പുതുതായിട്ട് വരുന്നൊരു കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ സ്റ്റാർഡം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടറാണെന്നൊക്കെ വിചാരിച്ച് അവർ മാറി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.